സ്പീച്ച് ലാംഗ്വേജ് ഡിലേ നമ്മൾ കുഞ്ഞുങ്ങളിൽ വളരെ സർവ്വസാധാരണമായി ഈ കാലത്ത് കാണാറുണ്ട്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ കൂടെയോ അല്ല തനിയെ സ്പീച്ചിന് ഡിലേ ഉണ്ടാകുന്നതോ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ സാധാരണയായി മാതാപിതാക്കൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ്, എൻ്റെ കുഞ്ഞ് ശരിയായി വാക്കുകൾ തന്നെയാണോ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ തന്നെയാണോ നടക്കുന്നത് എന്ന് ചില മാതാപിതാക്കൾക്ക് സംശയമുണ്ടാകാം. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യം തന്നെ കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ മുതിർന്നവരുടെ പോലെ തന്നെ സംസാരിക്കണമെന്നില്ല. അവർ ഒരു മുഴുവൻ വാക്ക് കംപ്ലീറ്റായി പറയുന്നതിന് പകരം അതിനെ പാർട്ട് വേർഡ് ആക്കി സംസാരിക്കാം. അതായത് പാലിന് പാ എന്നോ ആഹാരത്തിന് മം എന്നോ ഒക്കെ അവർ പറയാം. അതുപോലെ അവർ ഏതെങ്കിലും ഒരു വാക്കിന് പകരം സൗണ്ട് ഇഫക്ട്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് വാഹനങ്ങൾക്ക് ബ്രർ എന്ന ശബ്ദം ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ കാണാറുണ്ടായിരിക്കാം, ഏതെങ്കിലും ഒരു വാക്കുകൾക്ക് പകരമായി അവർ ആക്ഷൻസ് കാണിക്കും. ഇപ്പോൾ ടാറ്റായ്ക്ക് പകരം കൈ വേവ് ചെയ്യുകയോ കഴിഞ്ഞോ പോയി എന്നർത്ഥം വരുന്ന കൈ കാണിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ അവർക്ക് എക്സ്ക്ലമേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ ധാരാളമുള്ള സമയമാണത്. അയ്യോ, വാവ്, ഓ എന്നൊക്കെയുള്ള എക്സ്ക്ലമേഷൻസ് പറയാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ വാഹനത്തിൻ്റെയോ ഒക്കെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ബൗ ബൗ, മ്യാവു, മൂ എന്നൊക്കെയുള്ള ശബ്ദങ്ങളും പറയാം. ഇതൊക്കെ വാക്കുകളായി കൺസിഡർ ചെയ്യണമെങ്കിൽ കുട്ടി ഇടയ്ക്കൊക്കെ തനിയെ ഇത് മീനിങ്ഫുള്ളായുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വാക്കുകളായി കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ കുട്ടിയുടെ ആദ്യത്തെ വാക്ക് എന്തായിരുന്നുവെന്ന്.